എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വെച്ച് എളുപ്പത്തിൽ നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ആവശ്യമായ ചകിരിച്ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം അത് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ ചകിരിച്ചോറിൻ്റെ ഉപയോഗവും ചകിരിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഉപയോഗമാണ് നമുക്കിന്ന് വീഡിയോയിൽ കാണാം. അഥവാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വെള്ളം നമ്മൾ ചെടിച്ചോറിലൊന്നും ഒഴിക്കരുത്. കണ്ടോ, ഇതിൻ്റെ കറയാണ് ഇത്രയേ. ഇത് കളഞ്ഞിട്ട് നമുക്കിനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് രണ്ട് രീതിയിൽ നമുക്കിതിൻ്റെ ചകിരിച്ചോറ് എടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ഇത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇങ്ങനെ തൊണ്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ പണ്ടുള്ള വലിയമ്മമാരൊക്കെ ഇങ്ങനെ ചതച്ച് കൊണ്ടെടുക്കുന്നതാണല്ലോ ചകിരിച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇങ്ങനെ ഒരു ചുറ്റിക ഉണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം. ഇത് എളുപ്പമാട്ടോ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നതും നമുക്ക് എളുപ്പമാണ്. നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തു. നമ്മൾ ഈ പറയുമ്പോൾ വലിയ എളുപ്പമില്ല, എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കിഷ്ടം പോലെ ചകിരിച്ചോറ് എടുക്കാം. അതുപോലെ നമ്മൾ ഇടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇങ്ങനെ പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കണം, നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ നമ്മുടെ കൈക്കിട്ട് കൊള്ളാതെ. ഇത് കണ്ടോ, എനിക്ക് കുറച്ച് കൂടുതൽ പച്ചക്കറികളൊക്കെ നടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ ഞാൻ ഇട്ടതാട്ടോ. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ രീതി വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് വരുന്നുണ്ട് നല്ലതുപോലെ. കണ്ടോ, നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ വെക്കുന്നുണ്ട്. നമുക്കിത് കത്തിക്കുകയും ചെയ്യാം. ഇനി ഉണങ്ങിയാൽ ഇതൊക്കെ എൻ്റെ വീട്ടിലെ ചെറുപ്പത്തിലൊക്കെ തേയില ചായച്ചെടിയില്ലേ, തേയിലച്ചെടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെടി വെക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഈ ചകിരിച്ചോറ് ഇറക്കാറുണ്ട് കേട്ടോ. ഓരോ ലോഡ് ഇറക്കും. അന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക. അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്കിതുണ്ടാക്കിയെടുക്കാം. ഒത്തിരി മുതൽ മുടക്കൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 100-150 രൂപയൊക്കെ ആകും. ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്കെടുക്കാം. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒന്ന് പിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിടുമ്പോൾ ഇത് കണ്ടോ, നോക്കിക്കേ നമ്മുടെ ചകിരിച്ചോറ്. നമുക്ക് ഇതുപോലെ ഒരു രീതിയിൽ ചെയ്യാം. ഇത് കുറച്ചും കൂടി നല്ലതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. ഇങ്ങനെ വേണം. ഇതാ നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ചെടികൾക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടാക്കുമ്പോൾ തന്നെ കിട്ടും. നമ്മുടെ ഈ ചകിരിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും മണ്ണിൻ്റെ ഈർപ്പം നിലനിൽക്കാനും ചകിരിച്ചോറ് നല്ലതാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറിലുണ്ടല്ലോ ഈ തൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിങ്ങനെ ഇപ്പം ഞാൻ കഴുകിയെടുത്തത് കൊണ്ടാണ്. ഇതിലൊരു കറയുണ്ട്. ഇത് നമുക്കൊന്നുകൂടെ കഴുകി വേണമെങ്കിൽ എടുത്തതിന് ശേഷം മാത്രം നമുക്കിങ്ങനെ ചകിരിച്ചോറുണ്ടാക്കാം. ഞാനിത് കഴുകിയെടുത്തത് കൊണ്ടാട്ടോ നിങ്ങളെ കാണിക്കാൻ. ഇത് കണ്ടോ, അത്യാവശ്യം നമുക്ക് ഇത്രയും കണ്ടോ. ഇനി ഇതിങ്ങനെ ഒരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. ഇനി വേറൊരു രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതൊരു 2 വെള്ളത്തിൽ കഴുകിയതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു പോയിട്ടോ. നമ്മൾ തൊണ്ട് 2 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കഴുകാം നമ്മുടെ ബക്കറ്റിലിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ രീതിയിൽ നമ്മൾ ചുറ്റിക കൊണ്ട്, അല്ലെങ്കിൽ ചുറ്റിക ഇല്ലെങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ ഒരു ഇതുകൊണ്ട് മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് എളുപ്പമുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇങ്ങനെ നാക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം കിട്ടിയെന്നറിയാവോ. നോക്കി, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ചെയ്യാവുന്നത്. വലിയ എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാ കാര്യത്തിനും അങ്ങനെയല്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനും എളുപ്പം എന്ന് പറയുമ്പോൾ അത്ര വലിയ എളുപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ട്. വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നോക്കിയേ, ചകിരി നല്ല ഇതായി. ഇത് തന്നെ കണ്ടോ, ചകിരി നല്ലതുപോലെ ഇങ്ങനെയായി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഇത് കുറച്ചുണ്ട്, കൂടുതൽ ചോറുണ്ട്. കണ്ടോ, 3-4 ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചപ്പം നല്ലതുപോലെ കുതിർന്ന് എടുക്കാനും എളുപ്പമായി കേട്ടോ. നമ്മുടെ കൈകൊണ്ട് വലിയ ബലമൊന്നും കൊടുക്കണ്ട, അത്രമാത്രം ഒന്നും കൈകൊണ്ട് പിടിച്ച് വലിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ തൊണ്ടിൻ്റെ ഇബടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മറ്റേ ഇതല്ല, ഈ വെട്ടുകത്തി അല്ലായിരുന്നു കേട്ടോ വേണ്ടത്. ഇവിടെ ഇങ്ങനെ നേരെയുള്ള വെട്ടുകത്തിയില്ലേ, പിന്നെ കൂർപ്പിങ്ങനെ ഈ കിളിച്ചുണ്ടം പോലെ ഇരിക്കുന്നതല്ല. അപ്പോൾ പക്ഷേ ഇതേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്ത്. നോക്കിയിട്ട് ഇങ്ങനെ ഒരു മുട്ടി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് മുട്ടിയെടുക്കാം. ഉണ്ടോ, ഇവിടെ കളഞ്ഞു. ഇത് നമുക്ക് കളഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും കൂടി അതുപോലെ വെട്ടിയെടുക്കാം. ഇവിടെ ആട്ടോ ഇങ്ങനത്തെയൊക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ അല്ല, അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണും. ഇത് കണ്ടോ, ഇപ്പം നോക്കി നമുക്ക് കണ്ടോ
കിട്ടുന്നത്. ഇത് നമുക്കിങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ ഇത് തൊണ്ടിയാൻ കഴുകിയത് കൊണ്ടാണ് നമുക്കൊന്ന് 2 പ്രാവശ്യം ഇതിങ്ങനെ തന്നെ 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, നല്ല സ്പീഡ്, നല്ല എളുപ്പം കിട്ടുന്നുണ്ട് കണ്ടോ. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് കണ്ടോ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ അവിടെ പണിക്ക് നമ്മുടെ ചപ്പൊക്കെ എടുക്കാൻ, ചായച്ചപ്പ് എടുക്കാൻ പണിക്ക് നിൽക്കുന്നവരെന്ത് ചെയ്യുന്നറിയാവോ, ഇങ്ങനെ ഈ ചകിരി കാണുമ്പോൾ ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കളയും. ചകിരിച്ചോറ് കളഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ നേരത്ത് മേലൊക്കെ തേക്കാൻ പുഴയിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇത് കൊണ്ടുപോകും. അത്ര നല്ലതാണ് പറയുന്നത്. അതുപോലെ ഒരു ചെറിയ പീസാക്കി എളുപ്പമാട്ടോ. അപ്പോൾ എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ചെറിയ പീസാക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇത് പറയത്തൊക്കെ നമ്മൾ ഈ കാണുന്നത്രയൊന്നും പ്രയാസമില്ല കേട്ടോ. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നോക്കിയേ കണ്ടോ, എളുപ്പം നമുക്കിത് കിട്ടും. ഇത് വെള്ളത്തിൽ കുതിർത്തപ്പോഴേ നല്ല കുതിർന്ന് കിടക്കുമ്പോൾ നല്ലപോലെ നല്ല സ്പീഡിൽ നമുക്കിത് വലിച്ചു പറിക്കാൻ കിട്ടും. അതാണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറയുണ്ടാവുക. കറ നമ്മുടെ ചെടിക്ക് നല്ലതല്ല, പച്ചക്കറികൾക്കും ചെടികൾക്കും. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ കുറച്ച് ഒരു തേങ്ങയുടെ ഇതായിട്ടില്ല കേട്ടോ, തൊണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ തൊണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഒരു തേങ്ങയുടെ തൊണ്ടായിട്ടില്ല. എന്ന് കഴുകി കാണിച്ചു തരാം. കഴുകിയെടുക്കാം കേട്ടോ. എടുക്കാം, പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് നമുക്കിത് പിഴിഞ്ഞതിൻ്റെ കറ കണ്ടോ, ഇത് കറ കൊണ്ട് നമ്മുടെ ചെടിക്ക് കൊള്ളത്തില്ല. ഏതാണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കളഞ്ഞ് ചകിരിച്ചോറുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അകത്ത് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, എളുപ്പമായത്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറുണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്കൊരു അരിപ്പ് കൊണ്ടൊന്ന് അരിച്ചെടുക്കാം. ഈ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കരുത്, മറക്കല്ലേ. നമുക്ക് അരിച്ചെടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പം നമ്മുടെ ചകിരിച്ചോറ് ഇത്രയും ഉണ്ടായിരുന്നു. ഇത് കിട്ടി. ഇത് വെട്ടിയെടുക്കാതെ നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് നമുക്ക് ഒരു പിടി ഇതൊരിത്രയും എടുത്തിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതൊരു പഴയ ഒരു പണ്ടത്തെ ഒരു മാവ് വെട്ടിയതാട്ടോ. തടി നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഈ മാവിൻ്റെ ഇതിൽ വെട്ടുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടങ്ങ് കൈ നോക്കണേ ഇങ്ങനെ വെട്ടുമ്പോൾ, എനിക്കതിനെ പേടിയാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടങ്ങ് വെട്ടിയെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, മറ്റതിനെ ആ ചതച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു ഇതാട്ടോ. നോക്കി, ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട്, ഒരു പഴയ ജാറിൽ അതെടുത്തിട്ട് അതിട്ടിട്ടൊന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തേക്ക് നമ്മുടെ സൂപ്പർ ചകിരിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, നോക്കിയോണ്ടോ, നോക്കി, ഇത് കണ്ടോ. നമുക്ക് ഇതിങ്ങനെ വെട്ടി, ഇത് കണ്ടോ, ഇതേണ്ടേ. ഇപ്പോൾ കണ്ടോ, നോക്കി എത്ര നല്ല ഇതായിട്ട് ചകിരിച്ചോറ് കിട്ടി. ഇനി നമുക്ക് മിക്സിയുടെ ബ്ലേഡ് ഇനി കംപ്ലൈൻ്റ് ആകുമെന്നൊക്കെ ഒരു പേടിയുണ്ടെങ്കിൽ അതിന് ഞാൻ കാണിച്ചു തരാം. അതിനൊരു വിദ്യയുണ്ട്. നമ്മുടെ കയ്യിലാണോ വിദ്യ ഇല്ലാത്തത്, നമ്മൾ അതിനും കൂടെ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ കണ്ടോ, എത്ര നല്ല ചകിരിച്ചോറായി. നോക്കിയോ, ഇത് കണ്ടോ, ഇതാണ്ടേ. എന്നിട്ട് നമ്മുടെ ചെടിയിൽ ചൂടിലിടഞ്ഞ് ഒരു കംപ്ലൈൻറ്റും വരികയില്ല. നമുക്കിങ്ങനെ ഒന്ന് അടുക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നേരത്തെ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഈ കത്തി ആയതുകൊണ്ടാട്ടോ ഇതിങ്ങനെ പറ്റാത്തത്. ഇതിൽ നല്ലത് മറ്റേ കത്തിയാണ്. കൈ നോക്കിക്കോണം ഇങ്ങനെ വെട്ടുമ്പോൾ. ഇത് കണ്ടോ, നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പേടിയുള്ളത്. നമുക്ക് അതൊന്ന് വല്ലതും കേടായിപ്പോയാലോ അല്ല കംപ്ലൈൻറ്റ് പറ്റിയാലോ എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ചുറ്റിയ കൊണ്ട് നമുക്കിങ്ങനെ കൈ അതിൽ ഇടയൊക്കെ പെടല്ലോ കേട്ടോ. ഇതേപോലെ ഒന്ന് നമുക്ക് ചതച്ച് കൊടുത്താൽ മതി. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് പോലെ തന്നെ കിട്ടും. അതിലും സൂപ്പറായിട്ട് തന്നെ കിട്ടും. ഇത് കണ്ടോ, നമുക്ക് ഒരു
10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒത്തിരി തേങ്ങയുടെ തുണ്ടോ ഒന്നും വേണ്ട, 1, 2, 3 തേങ്ങയുടെ തുണ്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇത് കണ്ടോ? ഇനി നമുക്കിതിൽ കുറച്ച് വലിയ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ ഈ പറിച്ചെടുക്കുന്നത് മാത്രമേ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്കിത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഞാൻ കണ്ടോ കാണിക്കുമ്പോൾ എത്ര എളുപ്പമാകുന്നത്. അപ്പോൾ 1-2 നമുക്ക് 1-2 തുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാം. ഈ കണ്ടോ? ഇത് കണ്ടോ? നന്നായിട്ടില്ലേ? ഇതാണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ട് ചകിരിച്ചോറ് തയ്യാറായിരിക്കുന്നത് നോക്കി നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? കണ്ടോ? അധികം പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒത്തിരി പണിയോ ഒന്നുമില്ല. ഒരു 2 ദിവസം മാത്രം ഈ തൊണ്ടൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് അമർത്തി നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത് നമുക്ക് കാണാം.